അയ്യേ റെഡി 1 2 3 സ്റ്റാർട്ട്. കിട്ടൂല. ഈ ചിന്നി എടുത്ത് ബാക്കി പോവാൻ പറ. കഷ്ടം നിനക്ക് ഫ്രണ്ടിൽ നിന്നാ പോരെ. അയ്യേ അവക്ക് ഫ്രണ്ടിൽ നിന്നാ പോരെ. ഓക്കെ, നമസ്കാരം കൂട്ടുകാരെ. ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലോകത്തിനോട് മൊത്തമായിട്ട് നിങ്ങൾക്ക് ആരോടാണ് നന്ദി പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു നൃത്തം അവതരിപ്പിക്കുകയാണ്. എന്താണ് അഹം എന്ന് പറയുന്ന ഒരു ഫിലിമിലെ പാടിക്കോ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. വേണ്ട, ഇനി അധികം ചോദിക്കണ്ട. അയ്യോ വേണ്ട, ഹൈ പിച്ചിലേക്ക് പോണ്ട. അപ്പൊ നമുക്ക് ഒരു ഷോട്ടിലായിട്ട് ചെയ്യാം. കറക്റ്റ് അരമണിക്കൂർ സമയത്തെ കൊറിയോഗ്രാഫിയാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യുമെന്ന്. ആരാണ് സ്റ്റാർട്ടിങ്? ഇതൊന്ന് പറഞ്ഞോട്ടെ. നിത്യതി നൃത്തനാട്യ കലാലയയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്ത് ചാനലിൽ അവതരിപ്പിക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഭാരത നടനം ഭാവരൂപേ അതിന് താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മീനാക്ഷി മോളെ അതൊന്ന് വെച്ച്. ഭയങ്കര കാറ്റ്. 3 സ്റ്റാർട്ട്. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു പാതിമയ്യായ പിതാവിനു, പിന്നതിൽ പാതിമയ്യായ മാതാവിനു, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനെനിക്കുന്നു പാതിമയ്യായ പിതാവിനു, പിന്നതിൽ പാതിമയ്യായ മാതാവിനു, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ടൂഴിയിലാദ്യമായി ഞാൻ പെറ്റുവീണ ശുഭമുഹൂർത്തത്തിനോ, പൊട്ടിക്കരഞ്ഞുകൊണ്ടൂഴിയിലാദ്യമായി ഞാൻ പെറ്റുവീണ ശുഭമുഹൂർത്തത്തിനോ, രക്തബന്ധം മുറിച്ചന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച ബൊക്കിൽ കൊടിയോടോ നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. പോകുന്നു ശിരോലിഖിതങ്ങളും മായുന്നു മാറാല കെട്ടിയ ചിന്തയും, മാഞ്ഞു പോകുന്നു ശിരോലിഖിതങ്ങളും മായുന്നു മാറാല കെട്ടിയ ചിന്തയും, പകിട 12 കളിച്ച സ്വപ്നങ്ങളെ പലകുറി നിങ്ങൾക്ക് സ്വസ്തിയേകട്ടെ ഞാൻ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനെനിക്കുന്നു പാതിമയ്യായ പിതാവിനു, പിന്നതിൽ പാതിമയ്യായ മാതാവിനു, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനെനിക്കുന്നു പാതിമയ്യായ പിതാവിനു, പിന്നതിൽ പാതിമയ്യായ മാതാവിനു, പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനു നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഓക്കെ,
മക്കളെ, നമ്മുടെ എല്ലാ മനുഷ്യരുടെയും അല്ലേ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ വരികളായതൊക്കെ. ശരിക്കും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഓ അല്ലേ, എത്ര അർത്ഥവത്തായ കാര്യമൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? മൈക്ക് വെച്ചേക്കുന്ന ആശാട്ടി തന്നെ പറയാം. നല്ലതായിരുന്നു ചേച്ചി, കുഴപ്പമൊന്നും ഞാൻ തെറ്റിച്ചൊന്നുമില്ല. എന്നാലും ഞാൻ മുട്ടിലൊരു റൗണ്ട് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഞാൻ പിന്നീട് അങ്ങ് മറന്നു ഈ മുട്ടിലെ റൗണ്ടിന്റെ കാര്യം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇന്നാണ് റൗണ്ട് ചെയ്തത്. ഷോ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. ഈ പാട്ട് ഇഷ്ടമാണോ? അഭിരാമി മോളുടെ അടുത്ത് ചോദിക്കാത്ത അവക്ക് സർവ്വ പാട്ടുകൾ ഇഷ്ടമാണ് ഈ പാട്ട്. ഓക്കെ, പിന്നെ എല്ലാരും നല്ലതായിട്ട് ചെയ്തു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? നന്നായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ചെയ്തു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലതായിരുന്നു. കറക്റ്റ് എല്ലാം ചെയ്യാനൊക്കെ പറ്റി. ഇല്ല, തെറ്റിയില്ല. അറപ്പ് വന്നോ? ഇല്ല, വലിയ പ്രശ്നമൊന്നും വന്നില്ല. പക്ഷെ ഈ കർട്ടൻ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി വീഴാൻ പോയായിരുന്നു ഇടയ്ക്ക് വെച്ച്, അതേ വന്നോളൂ. അല്ലാണ്ട് കറക്റ്റ് എല്ലാവരും നല്ല കാറ്റുണ്ട് അതാ. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു ഇത് വരുന്നത്, പക്ഷെ കറക്റ്റ് കളിച്ചങ്ങ് പോയി. ഞാൻ വെച്ച് മറക്കുമെന്ന്, പക്ഷെ കറക്റ്റ് ആ ടൈമിങ്ങിൽ കിട്ടി അങ്ങ് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? കൊള്ളായിരുന്നു. 2 ചുവപ്പ്, മീനാക്ഷി മോളും സിദ്ധിയും ചുവപ്പല്ലേ, ബാക്കി എല്ലാരും ബ്ലാക്ക്. ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നു. ആദ്യത്തെ പോർഷനിൽ ഒരു ഇത്തിരി എനിക്ക് സ്പീഡ് കൂടിപ്പോയി. പാട്ട് പിന്നെ വന്നു, അപ്പൊ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യണ സമയത്തിൽ തന്നെ നിന്നു, അതേ ഉള്ളൂ. അല്ലാതെ എല്ലാം നന്നായിട്ട് ചെയ്തു. കൊള്ളായിരുന്നു, എല്ലാരും നന്നായിട്ടാ ചെയ്തു. ശരി. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? എനിക്ക് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് പോർഷൻ നോക്കുക, അപ്പോഴത്തേക്കും പാട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പോയി. രണ്ടാമത് വരുന്നു, അപ്പോഴേ ടൂൺ, ഞാൻ അപ്പോഴേ പോയി. അതുകൊണ്ട് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തു. പക്ഷെ ഇവർക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പാട്ട് കെട്ടിയത്. പക്ഷെ ഞാൻ ചെറിയ കുശുമ്പും അനാമിക മോളുടെ പാട്ട് കെട്ടിയത് അതുകൊണ്ടാ, കണക്കറിഞ്ഞൂടെ ആൾക്ക്. ആളാണ് പാട്ട് കെട്ടിയത്. അയ്യോ, മറ്റേ ഒരു ദേവസഭ ആ പാട്ട്, ദൈവ സഹായോ ദേവസഭാതലം, ആ പാട്ട് പെട്ടെന്ന് മറന്നു. ആ പാട്ട് കട്ട് ചെയ്ത് അപ്പം 27 മുതൽ 52 വരെ ആണ്ടാണ് എനിക്ക് ഇട്ടത്. അത് 27 മുതൽ 37 വരെ ആയാണ്. അത് വേണ്ടെന്ന് ചേച്ചി പറഞ്ഞു. 10 സെക്കൻഡ് അങ്ങനെ പോയി. അവസാനം കട്ട് ചെയ്ത് വന്നപ്പോ ലാസ്റ്റ് ഒരു 10 സെക്കൻഡ് കൂടെ എക്സ്ട്രാ. അതിലും മികച്ചതുണ്ടായിരുന്നു. 1:46 മുതൽ 1:20 വരെ എനിക്ക്. അപ്പൊ ഞാൻ അതേത് കണക്ക്. അല്ല, എന്തായാലും സിദ്ധി മോളാണ് കട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 6 പേർക്ക് 6 ടൈമും കിട്ടി. അത് സത്യമാണ്, ഭാഗ്യത്തിന് ഇത്രയെങ്കിലും കിട്ടി. അത് സത്യ. ഓക്കെ. അപ്പോൾ നമ്മളെ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു അർത്ഥവത്തായ ഉപദേശം നൽകുന്ന അത്രയും മനോഹരമായിട്ടുള്ളൊരു പാട്ട് മക്കൾ കറക്റ്റ് അരമണിക്കൂർ സമയമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് ഭാരതനണ്ണത്തിൻ്റെ ഒരു ശാക്തേയ രീതിയിലാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നല്ല മനോഹരമായിട്ടുള്ള വേറെയും ഒരു ഡാൻസും വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്ന് പറ. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ 6 പേര് 6 സെന്റൻസ് പറഞ്ഞു. ഓക്കെ, നല്ലൊരു ടാറ്റ പറഞ്ഞു. അതൊരു അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.